ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു മനുഷ്യൻ മരിച്ചാൽ അവനെ കാത്തിരിക്കുന്ന ഏറ്റവും നിർണായകമായ ദിവസമാണ് അന്ത്യവിധി എന്നത്. ഭൂമിയിൽ ഒരു മനുഷ്യന് അനുവദിക്കപ്പെട്ട ദിവസങ്ങൾ കൊണ്ട് ഒരുവൻ തൻ്റെ ആത്മാവിനെ സ്വർഗത്തിനൊപ്പമാണോ നരകത്തിനൊപ്പമാണോ ചേർത്തത് എന്നറിയുന്ന നിർണായക വിധി ദിവസം. ശുഭ്രസിംഹാസനത്തിലിരുന്ന് യേശുക്രിസ്തു നീതിയോടെ ആത്മാവിന്റെ ന്യായവിധി കൽപ്പിക്കുന്ന ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ്. കരുണയുടെ അവസാന മണിക്കൂർ അഥവാ ദ ലാസ്റ്റ് അവേഴ്സ് ഓഫ് മേഴ്സി എന്ന പുസ്തകത്തിലെ രണ്ടാമത്തെ മെസ്സേജ് നമ്മളോട് സംസാരിക്കുന്ന വിഷയമാണ് അന്ത്യവിധി എന്നത്. അന്ത്യവിധി അല്ലെങ്കിൽ പൊതുവിധി, ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. കത്തോലിക്ക തിരുസഭ രണ്ട് വിധിയെക്കുറിച്ച് നമുക്ക് പ്രബോധനം നൽകുന്നുണ്ട്. അതിൽ ഒന്ന് തനത് വിധിയാണ്. ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെടുന്ന സമയത്തെ മരണം എന്ന് നാം വിശേഷിപ്പിക്കുമ്പോൾ, അതേ സമയത്ത് തന്നെ ശരീരത്തിൽ നിന്നും വേർപെട്ട ആത്മാവ് തൻ്റെ ജീവിതകാലത്ത് വന്നുപോയ എല്ലാ ശരിതെറ്റുകളുടെയും പ്രതിഫലം സ്വീകരിക്കുന്നതിന് വേണ്ടി ദൈവസന്നിധിയിൽ എത്തിച്ചേരും. ഈ സമയത്ത് കൽപ്പിക്കപ്പെടുന്ന വിധിയുടെ അടിസ്ഥാനത്തിൽ ആത്മാവ് മരണസമയത്ത് പരിപൂർണ വിശുദ്ധിയിൽ ആയിരുന്നുവെങ്കിൽ മാത്രം സ്വർഗപ്രവേശനം നേരിട്ട് ലഭ്യമാകും. വാക്കാൽ, പ്രവൃത്തിയാൽ, ചിന്തയാൽ, ഉപേക്ഷയാൽ തുടങ്ങി ആത്മാവിന് യാതൊരുവിധ കളങ്കവും ഏറ്റിട്ടില്ലാത്ത ഒരവസ്ഥ മരണസമയത്ത് ഉണ്ടായിരുന്നാൽ മാത്രമാണ് ഡയറക്റ്റ് ദൈവത്തിനോടൊപ്പം ആയിരിക്കുവാനുള്ള സ്വർഗപ്രവേശനം സാധ്യമാവുകയുള്ളൂ. ഹെബ്രായരുടെ ലേഖനം 12-ാം അധ്യായം 14-ാം തിരുവചനം, വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. ദൈവം നമുക്ക് നൽകിയ വിശുദ്ധിയുടെ അങ്കിയിൽ പാപത്തിന്റെ കറ പുരണ്ടിട്ടുണ്ട് എങ്കിൽ ആത്മാവ് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ തനിക്ക് യാതൊരുവിധ യോഗ്യത ഇല്ല എന്ന് പറഞ്ഞ് സ്വയം പിൻവാങ്ങിയാൽ അതേ സമയത്ത് തന്നെ ആത്മാവിന് വേണ്ടി പിശാച് വാദങ്ങൾ നിരത്തുവാൻ ആരംഭിക്കും. എന്നാൽ തൻ്റെ കരുണയുടെ ആഴത്തിൽ ആ ആത്മാവിനെ രക്ഷിക്കുവാൻ ദൈവം ഒരു ശുദ്ധീകരണ പ്രക്രിയ അവസാനത്തെ അവസരമായി ആത്മാവിന് നൽകും. ഈ അവസരം പാപത്തിന്റെ കറ കഴുകിക്കളഞ്ഞ് സ്വർഗപ്രവേശന സാധ്യതയുള്ള ആത്മാക്കൾക്ക് മാത്രമാണ് ലഭിക്കുക. അത്തരം ആത്മാക്കൾ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വിധേയമാകും. ഇതാണ് കത്തോലിക്ക സഭയുടെ ഏറ്റവും ആഴമേറിയ ഒരു പഠനം. എന്നാൽ കത്തോലിക്ക തിരുസഭയോട് എതിർപ്പുള്ള പ്രൊട്ടസ്റ്റന്റ് സഭകൾ ഈ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്ന കാര്യം അംഗീകരിക്കുന്നേയില്ല. മരിച്ച ഉടൻ സ്വർഗത്തിലോ അല്ലെങ്കിൽ നരകത്തിലോ ആത്മാവ് പോകുമെന്ന് അവർ പഠിപ്പിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് എത്ര പറഞ്ഞ് മനസ്സിലാക്കുവാൻ നോക്കിയാലും ഇത്തരം ആളുകളിലെ തർക്കങ്ങൾ അവരത് നേരിൽ കാണും വരെയും അംഗീകരിക്കുകയില്ല. ജീവിതകാലത്ത് ചെയ്ത പാപത്തിന്റെ കാഠിന്യത്തിൽ ശുദ്ധീകരണം നടത്തുവാൻ പോലും കഴിയാതെ വിശുദ്ധിയുടെ അങ്കിയിൽ പാപത്തിന്റെ കടുകട്ടിയായ കറ പുരണ്ട ആത്മാക്കൾക്ക് നരകമല്ലാതെ മറ്റൊരു മാർഗമില്ല. അങ്ങനെ തനത് വിധിയിൽ ഒരാത്മാവ് നരകത്തിലേക്ക് പോകുമ്പോൾ സ്വർഗം പൊട്ടിക്കരയുകയും നരകം ആർത്ത് സന്തോഷിക്കുകയും ചെയ്യും. തനത് വിധിയുടെ രഹസ്യങ്ങളെല്ലാം തന്നെയും നേരത്തെ 5-ാമത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. കത്തോലിക്ക തിരുസഭ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ ഒരു വിധിയുണ്ട്. അതാണ് അന്ത്യവിധി അഥവാ പൊതുവിധി എന്ന് പറയുന്നത്. ഇത് ഈശോയുടെ രണ്ടാം വരവുമായി ബന്ധപ്പെട്ടാണ് സംഭവിക്കുന്നത്. രണ്ടാം വരവിൽ ഒരു പൊതുവിധി ഉണ്ടാകും. എ ഫൈനൽ ജഡ്ജ്മെന്റ് ഫോർ എവരിവൺ ഹു ലിവ്സ് ആൻഡ് എവരിവൺ ഹു ഹാസ് ഡൈഡ്. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവരുമായ സകലർക്കും വേണ്ടിയുള്ള അവസാനത്തെ വിധി, ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ്. സ്വർഗത്തിലും നരകത്തിലും ഭൂമിയിലും ശുദ്ധീകരണ സ്ഥലത്തുമുള്ള സകലരും ഈ അന്ത്യവിധിയിൽ പങ്കുചേരും. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമില്ലേ, ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നുവെന്ന്. മരണമടഞ്ഞവർ തങ്ങളുടെ അന്ത്യവിധി സ്വീകരിക്കുവാൻ അവരുടെ ശരീരത്തോടെ ഉയർപ്പിക്കപ്പെടും. ഈ സമയത്താണ് ഇടയൻ ചെമ്മരിയാടിനെയും കോലാടിനെയും വേർതിരിക്കുന്നത് പോലെ സ്വർഗത്തിലേക്കുള്ള ലാസ്റ്റ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഇതിനുശേഷമാണ് വിശ്വാസ പ്രമാണത്തിലെ അടുത്ത കാര്യം, നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിയപ്പോൾ ഓർത്തോ എന്തൊക്കെ കാര്യങ്ങളാണ് അതിലുള്ളതെന്ന്. വിശ്വാസ പ്രമാണം തന്നെ ഒരു ക്ലാസ് ആക്കാൻ നോക്കിയാൽ 5 മണിക്കൂറിലധികം പറയേണ്ട കാര്യങ്ങൾ അതിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഇവിടെ ഒരു സംശയം വന്നേക്കാം. ഓരോ ആത്മാവും മരണസമയത്ത് തനത് വിധിയിൽ വിധി കൽപ്പിക്കപ്പെടുന്നുണ്ട് എങ്കിൽ പൊതുവിധിയുടെ ആവശ്യം എന്താണ്? യേശുവിൻ്റെ രണ്ടാം വരവിൽ ഫൈനൽ ജഡ്ജ്മെന്റ്
മരിച്ചവരുടെ പുനരുദ്ധാനം, പുതുലോക സൃഷ്ടി എന്നിവയെല്ലാം സംഭവിക്കണം എന്നുള്ളത് ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമാണ്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ കൈകടത്തുവാൻ നമുക്ക് മനുഷ്യർക്ക് അവകാശമില്ലല്ലോ. ചില മതവിഭാഗങ്ങളിലുള്ളവർക്ക് യേശു വെറും ഒരു പ്രവാചകൻ മാത്രമാണ്. ഇനി വേറെ ചിലർക്ക് യേശു ഒരു ചരിത്ര പുരുഷൻ മാത്രമാണ്. മറ്റ് ചിലർക്ക് അവൻ നല്ലവനായ ഒരു വ്യക്തിയാണ്. എന്നാൽ അന്ത്യവിധിയിൽ യേശുവിൻ്റെ രാജത്വവും ദൈവത്വവും പരസ്യമായി ദർശിക്കുവാൻ വേണ്ടി ഈ വിധി സംഭവിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ നീതി. പൊതുവിധി പ്രധാനമായിട്ട് നേരിടേണ്ടി വരുന്നത് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരും ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്നവരുമായ ആത്മാക്കളാണ്. ഇവർക്ക് സ്വർഗമാണോ നരകമാണോ എന്നത് വിധി നിശ്ചയിച്ചിട്ടില്ലാത്തതിനാൽ അവരുടെ വിധി അപ്പോൾ തന്നെ സംഭവിക്കും. എന്നാൽ ഈ അവസാന വിധിയിൽ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ സകലരും ഉണ്ടായിരിക്കും. സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം, ഭൂമി എന്നിവിടങ്ങളിലുള്ള എല്ലാവർക്കും വിധി കൽപ്പിക്കപ്പെടുകയും ചെയ്യും. പക്ഷേ ഈ വിധി നിശ്ചയിക്കും മുമ്പ് മറ്റൊന്ന് നടക്കേണ്ടതുണ്ട്. അതാണ് ശരീരത്തിൻ്റെ ഉയർപ്പ്. നിത്യനരകത്തിലും നിത്യസ്വർഗത്തിലും ശുദ്ധീകരണ സ്ഥലത്തും കഴിയുന്നവർക്ക് ഇപ്പോൾ ശരീരമില്ല, ആത്മാവ് മാത്രമേ ഉള്ളൂ. എന്നാൽ ക്രിസ്തു ഉയർത്തത് ശരീരത്തോടെയാണ്. അതിനാൽ നിത്യതയിൽ പങ്കുചേരേണ്ടത് പുനരുദ്ധാനത്തിലെ ആ ശരീരത്തോടെ തന്നെയാണ്. ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ശരീരം നിങ്ങൾ നോക്കുക. ആ ശരീരത്തിന് എന്തൊക്കെ പ്രത്യേകതകളാണ് ഉണ്ടായിരുന്നത്? ഒന്ന്, മുറികൾ അടച്ചിട്ടിരുന്ന ശിഷ്യഗണത്തിന് യേശു മുറികൾ തുറക്കാതെ തന്നെ അകത്ത് പ്രത്യക്ഷപ്പെട്ടു, അതും ശരീരത്തിനോടൊപ്പം തന്നെ. 2, അവരുടെ മുന്നിൽ വെച്ച് അവൻ ഭക്ഷണം കഴിച്ചു. 3, മുറിവിൽ വിരലിട്ടപ്പോഴും അവന് വേദനിച്ചതായി പറഞ്ഞിട്ടില്ല, അതായത് വേദനയോ രോഗങ്ങളോ ഇല്ലാത്ത സ്വർഗീയ ശരീരം. 4, ശരീരത്തോടെ തന്നെ അപ്രത്യക്ഷമാകാൻ ഈശോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 5, സ്ഥലപരിമിതികളില്ലാതെ കിലോമീറ്ററുകൾ സഞ്ചരിക്കുവാനും സെക്കൻഡുകൾ മാത്രം മതിയായിരുന്നു. 6, ഭൗമിക നിയമങ്ങളൊന്നും ബാധിക്കാത്ത ഒരു ശരീരമായിരുന്നു അത്. 7, ഒരേ സമയം 2 or 3 ഇടത്ത് ഒരേപോലെ ആയിരിക്കാൻ കഴിയും, ബൈലൊക്കേഷൻ എന്ന് പറയും. 8, യേശുവിനെ നേരിട്ട് അറിയാമായിരുന്ന ശിഷ്യന്മാർക്ക് പോലും പലപ്പോഴും പെട്ടെന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഉദാഹരണത്തിന് മഗ്ദലന മറിയം, എമ്മാവൂസിലെ ശിഷ്യന്മാർ. ഇതിനർത്ഥം യേശുവിൻ്റെ ശരീരത്തിന് ഒരു ദൈവീക മാറ്റം സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നല്ലേ? അതായത് രണ്ടാം വരവിൽ പുനരുദ്ധാനത്തോടെ നിത്യതയിൽ പ്രവേശിക്കുന്ന നമ്മുടെ ശരീരത്തിന് ചില പ്രത്യേകതകളുണ്ട്. അതാണ് സ്വർഗീയ ശരീരം എന്ന് പറയുന്നത്. വിശുദ്ധ പാദ്രി പിയോ, വിശുദ്ധ ജോൺ മരിയ വിയാനി, വിശുദ്ധ ഫ്രാൻസിസ് അസീസി പോലുള്ള വിശുദ്ധർക്ക് ശരീരത്തിൽ ജീവിതകാലത്ത് തന്നെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുവാനായിട്ട് ദൈവം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾ ചെയ്ത നന്മകൾക്കും തിന്മകൾക്കും ശിക്ഷയോ പ്രതിഫലമോ ലഭിക്കുമ്പോൾ അത് പൂർണ്ണമായ അർത്ഥത്തിൽ ആയിരിക്കണം എന്നതിനാൽ ആത്മാവ് മാത്രം ശിക്ഷിക്കപ്പെടുകയില്ല, മറിച്ച് ഭൂമിയിൽ വെച്ച് തിന്മ ചെയ്യുവാൻ ആത്മാവിനോടൊപ്പം സഹകരിച്ച ശരീരം ആ ശിക്ഷാവിധിയിൽ പങ്കുചേരും. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 28-29 തിരുവചനങ്ങൾ. കല്ലറയിലുള്ളവരെല്ലാവരും അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. അതായത് നീതിമാന്മാർ മാത്രമല്ല പാപികളും ഉയർപ്പിക്കപ്പെടും. പക്ഷേ നീതിമാന്മാരുടെ ശരീരം മഹത്വീകരിക്കപ്പെട്ടതും തേജസ്സുറ്റതും ആയിരിക്കുമ്പോൾ നരകത്തിലേക്ക് പോകുന്നവരുടെ ശരീരം അവർക്ക് നിത്യമായ വേദനയ്ക്കും ലജ്ജയ്ക്കും കാരണമാകുന്ന ഒന്നായിരിക്കും. വ്യക്തമാക്കി പറഞ്ഞാൽ അന്ത്യവിധിയിൽ നമുക്ക് ലഭിച്ച മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോടെയാണ് നമ്മൾ നിൽക്കുന്നത്. നരകത്തിൽ പോയാലും സ്വർഗത്തിൽ പോയാലും ശരീരത്തോടെ തന്നെ ആയിരിക്കും. പക്ഷേ സ്വർഗപ്രവേശത്തിന് യോഗ്യമായ നീതിമാന്മാർക്കായിരിക്കും പുനരുദ്ധാനത്തിലെ യേശുവിൻ്റെ ശരീരത്തിന് സമാനമായിട്ടുള്ള ശരീരം ലഭിക്കുക. പക്ഷേ ആരാണ് വിധി പറയുക? പിതാവോ പുത്രനോ അതോ പരിശുദ്ധാത്മാവോ? ദൈവകരുണയുടെ മണിക്കൂർ അവസാനിക്കുമ്പോൾ ദൈവനീതിയുടെ സമയം ആരംഭിക്കും. ആ സമയം വിധിയാളനാകുന്നത് ഈശോ തന്നെയാണ്. മത്തായി സുവിശേഷം 25:31-33 വരെ മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവൻ്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലതുവശത്തും കോലാടുകളെ ഇടത്തുവശത്തും നിർത്തും. അപ്പോൾ വിധി പറയുന്ന യേശുവിനെ നമുക്ക് നമ്മുടെ കണ്ണുകളാൽ കാണുവാൻ സാധിക്കുമോ എന്നൊരു സംശയം ഉണ്ടായേക്കാം. യോഹന്നാന്റെ സുവിശേഷം 5:22 പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. അതായത് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു എങ്ങനെയാണോ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നത് അതേ ഫിസിക്കൽ ഫോമിൽ തന്നെയാണ് യേശുവിനെ നമ്മൾ കാണാൻ പോകുന്നത്. അതായത് യേശു ഉയർപ്പിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാരടക്കം 500 പേരിലധികം ആളുകൾക്ക് എങ്ങനെയാണോ സ്വർഗാരോഹണ സമയത്ത് യേശുവിനെ കാണുവാൻ സാധിച്ചത് അതേ സ്വർഗീയ ശരീരത്തിന്റെ ശോഭയിൽ തന്നെ നമ്മുടെ കണ്ണുകളും യേശുവിനെ കാണും. അപ്പോൾ സ്വർഗീയ ശരീരവും ഭൗതിക ശരീരവും ഉണ്ടോ എന്നൊരു സംശയം ചിലപ്പോൾ ഉയർന്നേക്കാം. കൊറിന്തോസിന്റെ 1-ാം ലേഖനത്തിൽ 15-ാം അധ്യായം 40 മുതൽ 42 വരെയുള്ള വചനങ്ങൾ. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്.
സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന്. സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രൻ്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുത്ഥാനവും. മരണശേഷം ആത്മാവ് ദൈവസന്നിധിയിലേക്ക് തനത് വിധിക്കായി പോവുകയും ശരീരം ജീർണിക്കുകയും ചെയ്യും. എന്നാൽ അവസാന കാഹളം മുഴങ്ങുമ്പോൾ മരിച്ചവർ തങ്ങളുടെ ശരീരത്തോടെ വിധിക്കായി പുനർജീവിക്കും. അഴുകി മണ്ണായി തീർന്ന ശരീരം, പുഴുക്കൾക്ക് ഭക്ഷണമായി തീർന്ന ശരീരം, തീയിൽ ദഹിപ്പിക്കപ്പെട്ട ശരീരം, വെള്ളത്തിൽ അലിഞ്ഞ് ഇല്ലാതായ ശരീരം, വന്യമൃഗങ്ങൾ ഭക്ഷണമാക്കിയ ശരീരം എല്ലാം എങ്ങനെ ജീവൻ പ്രാപിക്കും എന്ന് ചോദിച്ചാൽ, എസെക്കിയേലിന്റെ പുസ്തകത്തിൽ 37-ാം അധ്യായത്തിൽ അസ്ഥികളുടെ താഴ്വരയിൽ അതിശയിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇതിനെല്ലാം ഉദാഹരണം. അസ്ഥികളുടെ താഴ്വരയിൽ കിരികിരാ ശബ്ദത്തോടെ അസ്ഥികളിൽ മാംസം വന്നു മൂടി ജീവൻ പ്രാപിക്കുന്നത് നമ്മളെല്ലാം കണ്ടതാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നമ്മൾ നമ്മുടെ ശരീരത്തോടെ തന്നെയാണ് ന്യായവിധിക്കായി നിൽക്കേണ്ടത്. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം 2-ാം തിരുവചനം, ഭൂമിയിലെ പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും. ഇവിടെ അന്ത്യവിധിയിൽ ജീവിച്ചിരിക്കുന്നവരെ കൂടാതെ പങ്കെടുക്കുന്ന മരിച്ചവരായ ആളുകളെക്കുറിച്ചും വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2 കോറിന്തോസ് 5:10. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വരണം. അപ്പോൾ ഈ ശരീരത്തിൽ, ഈ ഭൂമിയിൽ നമ്മൾ ചെയ്ത നമ്മുടെ പ്രവൃത്തികളുടെ ഫലം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത്. നോട്ട് ദ പോയിന്റ്. ശരീരത്തിൽ പലർക്കും നിത്യജീവൻ നഷ്ടമാകാൻ പോകുന്നതിന്റെ പ്രധാന കാരണം ശരീരത്തിന്റെ ദുരാശയാണ്. ജഡത്വം, ജഡികത, ശരീരത്തെ നിയന്ത്രിക്കാതെ വന്ന പാപങ്ങൾ. ശാരീരികതയിൽ വന്നിട്ടുള്ള എല്ലാ പാപവും ഇതിൽ ഉൾപ്പെടും. വാക്കാല്, വിചാരത്താല്, പ്രവൃത്തിയാലോ ഉപേക്ഷയാൽ വന്ന എല്ലാ പാപത്തിനും ഇവിടെ കണക്കുണ്ട്. സോഷ്യൽ മീഡിയയിൽ കയറിയിരുന്ന് കുറേ എണ്ണം ശരീരത്തെ പ്രതി കയ്യടി വാങ്ങിക്കുന്നില്ലേ? സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാനാവാത്ത സകലത്തിനും കാത്തിരിക്കുന്ന വിധി അതികഠിനമാണ്. ഇനി ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വരണം എന്ന് പറയുന്നില്ലേ? ആരൊക്കെ വരണമെന്നാണ് ഈ പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 5:28-29. കല്ലറകളിലുള്ളവരെല്ലാവരും അവന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. അതായത് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ സകലരും അവരുടെ ശരീരത്തോടെ തന്നെ വിധിക്കായി ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കണം. 1 കോറിന്തോസ് 15:52. അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയ്ക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്തെന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷയരായി ഉയർപ്പിക്കപ്പെടുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ശരീരത്തോടെ തന്നെ നമുക്കുള്ള വിധി സ്വീകരിക്കുവാൻ നമ്മൾ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ എത്തുന്നു. നന്മയുടെ പ്രതിഫലം സ്വീകരിക്കുന്നവർ ജീവന്റെ ഉയർപ്പിലേക്കും തിന്മ പ്രവർത്തിച്ചവരെല്ലാം ശിക്ഷാവിധിയിലേക്കും മടങ്ങും. വിധി സ്വീകരിക്കുന്നതിനായി നിൽക്കുമ്പോൾ അതിപ്പോൾ തനത് വിധിയോ അന്ത്യവിധിയോ ആകാം. ജ്ഞാനസ്നാനം ഏറ്റവർക്കും ഏൽക്കാത്തവർക്കും വ്യത്യാസമുണ്ട്. മത്തായി സുവിശേഷം 28:20. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ഇവിടെയാണ് ജ്ഞാനസ്നാനത്തിന്റെ പ്രസക്തി. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ യേശുവിനെ രക്ഷകനായി ഒരു വ്യക്തി സ്വീകരിക്കുന്ന പ്രക്രിയയാണ് ജ്ഞാനസ്നാനം എന്ന് പറയുന്നത്. അങ്ങനെ സ്നാനമേറ്റ് വചനമനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ വിധിയിൽ സ്വർഗപ്രവേശനം ഡയറക്റ്റ് സാധ്യമാകുമെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാം തിരുവചനം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഇവിടെ ജ്ഞാനസ്നാനം ഏൽക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല, മറിച്ച് വചനം അനുസരിക്കുന്ന കാര്യത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ജ്ഞാനസ്നാനം ഏറ്റ ഒരു വ്യക്തിക്ക് മാത്രമേ പരിശുദ്ധ കുർബാന ഭക്ഷിക്കുവാൻ അനുവാദമുള്ളൂ. വചനത്തിന്റെ പൂർണ്ണ രൂപമാണ് പരിശുദ്ധ കുർബാന, അതായത് ഈശോ തന്നെ. യോഹന്നാന്റെ പുസ്തകം 6-ാം അധ്യായം 54-ാം തിരുവചനം. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അന്ത്യവിധിയിലെ ഏറ്റവും നിർണായകവും പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യം എന്ന് പറയുന്നത് സ്നാനം സ്വീകരിച്ച് പരിശുദ്ധ കുർബാന ഭക്ഷിച്ചിരുന്നോ എന്നുള്ളതാണ്. ഈശോ ന്യായവിധിക്ക് വേണ്ടി ഉപവിഷ്ടനാകുമ്പോൾ കാഹളം മുഴങ്ങും. ഈ സമയം ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ സകലരും വിധിക്ക് വേണ്ടിയെത്തും. ആദം മുതൽ ഉണ്ടായിരുന്ന മരിച്ചുപോയ സകല മനുഷ്യരും ശരീരത്തോടെ ഉയർപ്പിക്കപ്പെടും. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ സകല മനുഷ്യരും ക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കും. ഓരോരുത്തരും ചെയ്ത നന്മകളും തിന്മകളും എല്ലാവരുടെയും മുൻപിൽ പരസ്യമായി വെളിപ്പെടും. ഇതിനുശേഷം ഇടയൻ കോലാടുകളെ വേർതിരിക്കുന്നത് പോലെ വലത്തുവശത്ത് സ്വർഗത്തിലേക്കുള്ള നീതിമാന്മാരെയും ഇടത്തുവശത്ത് നരകത്തിലേക്കുള്ള
പാപികളുടെയും വേർതിരിക്കൽ സംഭവിക്കും. വെളിപാടിന്റെ പുസ്തകം 20-ാം അധ്യായം 11 മുതൽ പറയുന്നത് പ്രകാരം ജീവന്റെ ഗ്രന്ഥം തുറക്കപ്പെടുന്നത് ഈ സമയത്താണ്. ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ട എല്ലാവരും ജീവനിലേക്ക് പ്രവേശിക്കും. വെളിപാടിന്റെ പുസ്തകം 20-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. ഞാൻ വെണ്മയേറിയ ഒരു സിംഹാസനവും അതിൽ ഇരിക്കുന്നവനെയും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്നും ഭൂമിയും ആകാശവും ഓടിയകന്നു. അവയ്ക്ക് ഒരു സങ്കേതവും ലഭിച്ചില്ല. മരിച്ചവരെല്ലാവരും വലിയവരും ചെറിയവരും സിംഹാസനത്തിനു മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു. അത് ജീവന്റെ ഗ്രന്ഥമാണ്. ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവൃത്തികൾക്കനുസൃതം മരിച്ചവർ വിധിക്കപ്പെട്ടു. തന്നിലുണ്ടായിരുന്ന മൃതരെ സമുദ്രം വിട്ടുകൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുണ്ടായിരുന്നവരെയും വിട്ടുകൊടുത്തു. അവരെല്ലാവരും താങ്കളുടെ പ്രവൃത്തികൾക്കനുസൃതം വിധിക്കപ്പെട്ടു. മൃത്യുവും പാതാളവും അഗ്നിത്തടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഇതാണ് രണ്ടാമത്തെ മരണം, അഗ്നിത്തടാകം. ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാവരും അഗ്നിത്തടാകത്തിലേക്ക് എറിയപ്പെട്ടു. വിധിക്ക് ശേഷം പഴയ ലോകം കടന്നുപോകും. മരണമോ ദുഃഖമോ കരച്ചിലോ ഇല്ലാത്ത പുതിയ ജെറുസലേം ദൈവം തന്റെ ജനത്തിനായി ഒരുക്കും. തിന്മയും സാത്താനും എന്നേക്കുമായി തോൽപ്പിക്കപ്പെടും. പക്ഷേ യേശുവിന്റെ രണ്ടാം വരവും അന്ത്യവിധിയും സംഭവിക്കും മുമ്പ് ഒരാൾ വരേണ്ടതുണ്ട്. അതാണ് എതിർ ക്രിസ്തു. യേശുവിന്റെ രണ്ടാം വരവിന് മുമ്പ് സംഭവിക്കേണ്ട 12 കാര്യങ്ങളെക്കുറിച്ച് ആദ്യത്തെ ചാനലിൽ വീഡിയോ നമ്പർ 16 ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വിധിയുടെ മർമ്മഭാഗം എന്തെന്നാൽ ചില ആളുകൾ സ്വർഗത്തിൽ പോകില്ല എന്ന് വചനം നേരത്തെ തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ ലിസ്റ്റിൽ പെടാതെ ഇരിക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നതിനാണ് നിയമം നമുക്ക് വിശുദ്ധ ഗ്രന്ഥം അഥവാ ബൈബിൾ എന്ന രൂപത്തിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ ലിസ്റ്റ് ആദ്യം നമുക്കൊന്ന് നോക്കാം. വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായം 8-ാം തിരുവചനം. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം. ഭീരുക്കൾ, അതായത് യേശുവിനെ ജീവിതകാലത്ത് തള്ളിപ്പറഞ്ഞവരാണ് ഇവർ. ഈ ജ്ഞാനസ്നാനം സ്വീകരിച്ച ശേഷം യേശുവിനെ ഉപേക്ഷിച്ച് വിജാതീയ വിവാഹം കഴിച്ച് യേശുവിനെ ഉപേക്ഷിച്ച് പോകുന്ന ആളുകളൊക്കെയും ഇതിൽപ്പെടും. കൂടാതെ മരണഭയം കൊണ്ടോ പണത്തിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ട് യേശുവിനെ ഉപേക്ഷിച്ച് കളഞ്ഞവർ, ആത്മാവിനെ വിൽക്കുന്നവർ, അതായത് ഈ ഡെവിൾസ് കോൺട്രാക്റ്റ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ, മതം മാറി വിജാതീയ ദേവന്മാരെ സ്വീകരിക്കുന്നവർ, സാറ്റൻ വർഷിപ്പേഴ്സ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ, യേശുവിൻ്റെ ദൈവത്വം തള്ളിപ്പറയുന്നവർ, നിരീശ്വരവാദികളെല്ലാം ഇതിലുൾപ്പെടും. ഇവരാണ് ഈ ഭീരുക്കൾ എന്ന് പറയുന്ന ലിസ്റ്റിൽ ഉണ്ടാവുക. ബുദ്ധിയിൽ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് കണ്ടുപിടിക്കുന്നവരായവർക്ക് ദൈവത്തിന്റെ നിയമത്തെക്കാൾ അവരുടെ യുക്തിയാണ് വലുത്. അങ്ങനെ ദൈവത്തിന്റെ നിയമത്തെ തള്ളിക്കളഞ്ഞ ആരും ഈ വിധി കടന്ന് സ്വർഗത്തിലെത്തുമോ എന്നത് സംശയമാണ്. ഇതെല്ലാം നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മറ്റൊരു വീഡിയോ ആയി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. തൽക്കാലം ഈ ലിസ്റ്റിലുള്ള കുറച്ച് ആളുകളെ കുറിച്ച് മാത്രം നമുക്ക് പറഞ്ഞു പോകാം. അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ. ഈ വിഗ്രഹാരാധന എന്താണെന്ന് അറിയാത്ത കുറേയധികം ആളുകൾ നമ്മൾക്കിടയിലുണ്ട്. വിഗ്രഹാരാധന എന്താണെന്ന് വെച്ചാൽ കൊളോസോസിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 5-ാം തിരുവചനം. അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം അസന്മാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി ഇവയെല്ലാം നശിപ്പിക്കുവിൻ. അതായത് ദൈവത്തേക്കാൾ അധികമായി ദൈവത്തിൻ്റെ സ്ഥാനം നാം മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന് 1-ാം സ്ഥാനത്തിന് കൊടുത്താൽ അതാണ് വിഗ്രഹാരാധന എന്ന് പറയുന്നത്. ഈ പള്ളികളിലും ഭവനങ്ങളിലും കാണുന്ന മാതാവിൻ്റെയും ഈശോയുടെയൊക്കെ രൂപങ്ങൾ ഒന്നും വിഗ്രഹങ്ങളല്ല. ഇതൊക്കെ ജസ്റ്റ് റിമൈൻഡേഴ്സ് മാത്രമാണ്. പൊട്ടിയാൽ വേറെ വാങ്ങിച്ചു വെക്കും. അല്ലാതെ ഇതിലൊരു സ്പെഷ്യൽ പവർ ഉണ്ടെന്ന് കരുതിയിട്ട് ഇതിനെ ആരാധിക്കുകയോ വണങ്ങുകയോ ഒക്കെ അങ്ങനെ ചെയ്യുന്നതല്ല. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഞാൻ പറയാം. ഇനി അടുത്ത ലിസ്റ്റ് വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 15-ാം തിരുവചനം. നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാരാധകരും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുന്ന സകലരും പുറത്ത്. നിങ്ങളിവിടെ നായ്ക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ടോ? ഈ നായ്ക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത് പട്ടികളെയല്ല, പഴയ എഴുത്തുകളുടെ ഒരു ശൈലിയാണ്. അതായത് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 26-ൽ യേശു ഒരു സ്ത്രീയോട് പറയുന്നില്ലേ, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല എന്ന്. അക്കാലത്തെ യഹൂദർ ഇസ്രായേൽക്കാരല്ലാത്തവരെ, അതായത് വിജാതീയരായ പൊതുവെ നായ്ക്കൾ എന്ന ഭാഷാ ശൈലിയിലാണ് ഉപയോഗിച്ചിരുന്നത്. ഫിലിപ്പിയരുടെ പുസ്തകം 3:2 നായ്ക്കളെയും തിന്മകൾ പ്രവർത്തിക്കുന്നവരെയും പരിച്ഛേദനവാദികളെയും സൂക്ഷിച്ചു കൊള്ളുവിനെന്ന് പൗലോസ് ലേഖ പഠിപ്പിക്കുന്നുണ്ട്. നായ്ക്കൾ എന്നാൽ അർത്ഥം വിജാതീയർ എന്നാണ്. അതായത് വിജാതീയർ എന്നാൽ ഇസ്രായേൽ ഗോത്രത്തിൽ പെടാത്തവർ എന്നാണ് അർത്ഥം. ബൈബിളിൽ ഈ പദം ഭൂരിഭാഗം സ്ഥലങ്ങളിലും അശുദ്ധി, ദൈവമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ സത്യത്തോടുള്ള വിശ്വാസമില്ലായ്മ എന്നിവയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ആടുകൾ, ചെന്നായ്ക്കൾ, പ്രാവുകൾ, പാമ്പുകൾ, നായ്ക്കൾ എന്നിവയുടെയൊക്കെ പ്രയോഗങ്ങൾ അന്നത്തെ ഭാഷാ ശൈലിയുടെ കാര്യമാണ് എന്ന കാര്യം ആദ്യം മനസ്സിലാക്കുക.
അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത്. എന്താണ് ഈ അസത്യത്തെ സ്നേഹിക്കുന്നവർ എന്ന് പറഞ്ഞാൽ? അതറിയാൻ വേണ്ടി സത്യം എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. യോഹന്നാന്റെ സുവിശേഷം 17:17 അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. അസത്യത്തെ സ്നേഹിക്കുന്നവർ എന്നാൽ ദൈവവചനത്തിന് എതിര് പ്രവർത്തിക്കുന്നവർ, വചനത്തെ എതിർക്കുന്നവർ, വചനത്തെ തള്ളിപ്പറയുന്നവർ, ദൈവവചനത്തിന് ഓപ്പോസിറ്റ് പ്രവർത്തിക്കുന്നവർ, വചനത്തെ വളച്ചൊടിക്കുന്നവർ, ഇതെല്ലാം അതിൽപ്പെടുന്ന ആൾക്കാരാണ്. ഒരു ഉദാഹരണം നോക്കിയാൽ സ്വവർഗ വിവാഹം തെറ്റാണ് എന്ന് ബൈബിൾ പറയുന്നു. എന്നാൽ ഇന്ന് പല രാജ്യങ്ങളിലും അത് അംഗീകരിച്ച് നിയമമായി കഴിഞ്ഞു. മുന്നോട്ടുള്ള വർഷങ്ങളിൽ ഇതൊരു പാപമല്ലാതായി മാറും. അതായത് ദൈവവചനത്തിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഒരു കാര്യം, അസത്യത്തെ സ്നേഹിക്കുന്നവർ ഉണ്ടാകുന്ന കാലം. ഇതിനെക്കുറിച്ചൊക്കെ നോഹയുടെ കാലം എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യും. അപ്പോൾ ആ വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ ഞാൻ വിവരിക്കാം. അങ്ങനെ അസത്യത്തെ സ്നേഹിക്കുന്ന സകലരും പുറത്ത്. ഇനി അടുത്ത ലിസ്റ്റ് നോക്കിയാൽ എഫേസോസിന്റെ പുസ്തകം 5-ാം അധ്യായം 5-ാം തിരുവചനം, വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ഇവിടെ അശുദ്ധൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കേവലം ശാരീരിക അശുദ്ധിയല്ല. ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും വിശുദ്ധി പാലിക്കാത്തവരെയാണ് ഇവിടെ അശുദ്ധർ എന്ന് വിളിക്കുന്നത്. ഹൃദയത്തിൽ മലിനമായ ആഗ്രഹങ്ങൾ സൂക്ഷിക്കുന്നവർ. അശുദ്ധി എന്ന വാക്ക് അവിഹിതമായ ലൈംഗിക ബന്ധങ്ങളെയും വൈകൃതങ്ങളെയും സൂചിപ്പിക്കുവാനും ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് അശുദ്ധമായ ചിന്തകളോടെ പാപത്തെ മനസ്സിൽ താലോലിക്കുന്നവർ. വിവാഹത്തിന്റെ പവിത്രതയ്ക്ക് കളങ്കം വരുത്തുന്ന എല്ലാത്തരം ലൈംഗിക പ്രവൃത്തികളും ഇവിടെ ഉൾപ്പെടും. അടുത്ത ലിസ്റ്റ് നോക്കിയാൽ ഹെബ്രായരുടെ ലേഖനം 13-ാം അധ്യായം 4-ാം തിരുവചനം, എല്ലാവരുടെ ഇടയിലും വിവാഹം മാന്യമായി കരുതപ്പെടട്ടെ, മണവറ മലിനമാകാതിരിക്കട്ടെ, കാരണം അസന്മാർഗികളെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. അതായത് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതെ ഇരിക്കട്ടെ എന്ന് നമ്മൾ വായിച്ചിട്ടില്ലേ? വിവാഹബന്ധത്തിൽ കള്ളത്തരം കാണിക്കുന്ന സകലത്തിന്റെയും കാര്യം പോക്കാണ്. ലിവിംഗ് ടുഗദർ നടത്തുന്നവർ, ജീവിത പങ്കാളി അറിയാതെ രഹസ്യ ബന്ധങ്ങൾ നടത്തുന്നവർ, ദാമ്പത്യ അവിശ്വസ്തത കാണിക്കുന്നവർ, സെക്സ് ചാറ്റിംഗ്, സെക്സ് ഡേറ്റിംഗ് തുടങ്ങിയ ദാമ്പത്യ അവിശ്വസ്തത കാണിക്കുന്ന ആർക്കും ഈ വിധിയെ കടന്നു പോകുവാൻ കഴിയുകയില്ല. ഈ ഡിവോഴ്സ് ചെയ്യുന്നവരൊക്കെ കടന്നു പോകേണ്ട വിധി അതികഠിനമാണ്. സോഷ്യൽ മീഡിയകളിൽ തുണി ഉരിയുന്നവർ, ജീവിത പങ്കാളി അറിയാതെ അവിശ്വസ്തത കാണിക്കുന്നവർ, ഏറ്റവും പ്രധാനമായി വിവാഹം എന്ന പവിത്രമായ കൂദാശ സ്വീകരിക്കുവാൻ മാന്യമായ വസ്ത്രം ഉപയോഗിക്കാത്ത സകലത്തിനും കടുകട്ടിയായ ന്യായവിധി കാത്തിരിപ്പുണ്ട്. എബ്രായരുടെ ലേഖനം 13-ാം അധ്യായം 4-ാം തിരുവചനം, എല്ലാവരുടെ ഇടയിലും വിവാഹം മാന്യമായി കരുതപ്പെടട്ടെ, മണിവറ മലിനമാകാതിരിക്കട്ടെ, കാരണം അസന്മാർഗികളെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. വിവാഹ വസ്ത്രം എന്നതിൻ്റെ പേരിൽ ശരീര പ്രദർശനം നടത്തി ഭർത്താവ് മാത്രം കാണേണ്ട പലതും നാട്ടുകാരെ കാണിച്ച് തൃപ്തിയടയുവാൻ കയറി നീ നിൽക്കുന്ന ബലിപീഠം എന്താണെന്ന് വല്ല ബോധമുണ്ടോ? ന്യായവിധി കേൾക്കുമ്പോൾ നിന്റെ വിവാഹ ദിവസം ശപിക്കപ്പെട്ടതാണ് എന്ന് പറയുവാൻ നിനക്ക് ഇടവരരുത്. നിന്റെ പിന്നാമ്പറവും ഉമ്മറവും കാണിച്ച് നീ വിവാഹ ദിവസത്തെ മലിനമാക്കിയാൽ നീ ഓർത്തുകൊള്ളുക, നീ ആദ്യ കുർബാനയ്ക്ക് വസ്ത്രമണിഞ്ഞ് നിന്ന പോലെ തന്നെ ഒരു പവിത്രമായ കൂദാശ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് നീ ആ വസ്ത്രം ധരിച്ച് ബലിപീഠത്തിന് മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. അന്ത്യവിധിയിൽ നിന്ന് നീ കടന്നു കിട്ടിയാൽ അത് നിന്റെ ഭാഗ്യം എന്ന് പറയാം. പക്ഷേ ഉറപ്പൊന്നുമില്ല. ചങ്കത്തടിച്ച് കരഞ്ഞ് പ്രായശ്ചിത്തം ചെയ്യുക, അതേ മാർഗമുള്ളൂ. ഇനി വേറെ ചില ക്രിസ്ത്യാനികൾക്ക് മക്കളുണ്ട്, പക്ഷേ ഇന്നേ വരെ വിവാഹം എന്ന കൂദാശ അൾത്താരയുടെ മുന്നിൽ നിന്ന് നടത്തിയിട്ടുണ്ടാവില്ല. അതും ലിവിംഗ് ടുഗദർ തന്നെയാണ്. എത്ര പ്രാർത്ഥിച്ചാലും ഇത് ശരിയാകാതെ സ്വർഗത്തിൽ പോകാനും പോണില്ല. ഇനി വേറെ ചിലരുണ്ട്, ജീവിത പങ്കാളി മരിച്ചുപോയി ശേഷം കുത്തഴിഞ്ഞതുപോലെയുള്ള വ്യഭിചാര തുല്യമായി ജീവിക്കുന്നവർ. രണ്ടാമത് വിവാഹം കഴിക്കുന്നവരെ കുറിച്ചല്ല ഈ പറയുന്നത്. ഇങ്ങനെ വിവാഹ ഉടമ്പടിയിൽ അവിശ്വസ്തത കാണിക്കുന്ന സകലത്തിനും കാത്തിരിക്കുന്നത് അതികഠിനമായ ന്യായവിധിയാണ്. ഇനി ഒരു ലിസ്റ്റ് കൂടി പറയാം. 1 കൊരിന്തോസിന്റെ പുസ്തകം 6-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ, അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ വഞ്ചിതരാകരുത്. അസന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സ്വവർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഈ മദ്യപിക്കാൻ വേണ്ടി ന്യായം പറയുന്ന കുറേ ആളുകളുണ്ട്. ഒരു പെഗ് അടിച്ചാൽ അതൊന്നും തെറ്റല്ല എന്ന് പറയുന്നവർ. അത് തെറ്റല്ല എന്ന് നിന്നോടാരാ പറഞ്ഞത്? ഈ വാദവുമായിട്ട് നീ ന്യായാസനത്തിന് മുമ്പിൽ ചെന്നാൽ തൂക്കിയെടുത്ത് നിന്നെ നരകത്തിലോട്ടിടും. ആ കാര്യത്തിൽ യാതൊരുവിധ സംശയം വേണ്ട. ജീവിച്ചിരുന്ന കാലത്ത് ഇതെല്ലാം ഉപേക്ഷിച്ച് വചനമനുസരിച്ച് ബാക്കിയുള്ളവരൊപ്പം മണ്ടന്മാരാണ്. മദ്യപാനികൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ഈ കാര്യത്തിലില്ല. നിനക്ക് കുടിക്കുന്നത് ഒഴിവാക്കാതിരിക്കാൻ നീ കണ്ടെത്തുന്ന ഏത് ന്യായവും ഇവിടെ വില പോകത്തില്ല. അച്ഛന്മാര് കുടിക്കുന്നില്ലേ? അവര് കുടിക്കുന്നുണ്ട്, ഇവര് കുടിക്കുന്നു. എടേ, അവര് നരകത്തിലായിരിക്കും പോകുന്നത്, നീയും കൂടെ പൊക്കോളുവോ? രക്ഷ വ്യക്തിപരമാണ്. ഒരു സാധാരണ വിശ്വാസി നേരിടേണ്ട ചോദ്യങ്ങളല്ല വൈദികരും സന്യസ്തരും നേരിടേണ്ടി വരുന്നത്. പരദൂഷകരും ന്യായവിധി കടക്കില്ല.
നാവ് കൊണ്ട് ചീത്ത പറയുക, തെറി പറയുക, അനാവശ്യമായിട്ടുള്ള കമൻറ്റ് പറയുക, കുറ്റം പറയുക, ഇമാതിരി ദുഷിപ്പ് മുഴുവൻ പറഞ്ഞിട്ട് സ്വർഗത്തിൽ പോകണമെന്ന് അല്ലേ? പോയത് തന്നെ. ന്യായവിധി എന്താണെന്നോ അവിടെ കാത്തിരിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നോ വല്ല പിടിയുണ്ടോ? നിങ്ങളിൽ കുറേ പേർക്ക് ഇപ്പോൾ പല കാര്യങ്ങളും മനസ്സിൽ ചിന്ത ഉണർന്നിട്ടുണ്ടാവും. അത്തരം ആളുകളോട് ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ, ബൈബിള് ഫുള്ള് വായിച്ചായിരുന്നോ? ഇല്ലല്ലോ. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കി വായിക്കാനായിട്ടുള്ള തീരുമാനമെടുത്ത് അത് വായിക്കുക. ബാക്കിയെല്ലാം മനസ്സിലായിക്കോളും. ലിസ്റ്റ് ഇനിയുമുണ്ട്. ഓരോന്നും എണ്ണമിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളുമാണ്. എല്ലാം കൂടി പിന്നീട് മറ്റൊരു വീഡിയോ ആക്കി വേറൊരു വീഡിയോയിൽ ചെയ്യാം. എല്ലാം കൂടി ഈ വീഡിയോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എങ്ങും നിൽക്കത്തില്ല. ഇനി നമുക്ക് നേരെ നമ്മുടെ ബുക്കിലേക്ക് പോകാം. നമ്മുടെ ബുക്കിലെ മെസ്സേജ് നമുക്ക് നോക്കാം. അന്ത്യവിധി. ഓർക്കുക, എന്നിലൂടെയും ഞാൻ കൈവരിച്ചതിലൂടെയും ലോകത്തെ നീതിയിൽ വിധിക്കുന്നതിനായി ദൈവം ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. എന്നിലൂടെയും ഞാൻ കൈവരിച്ചതിലൂടെയും. എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് നമുക്കൊന്ന് നോക്കാം. 40 ദിവസത്തെ പരീക്ഷണത്തിനായി യേശു മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുമ്പോൾ സാത്താൻ മൂന്നാമതായിട്ട് ലോകത്തിലെ മുഴുവൻ കാര്യങ്ങളും എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വം ഒക്കെ കാണിച്ചിട്ട് സാത്താനെ ആരാധിച്ചാൽ ഇതെല്ലാം നൽകാമെന്ന് ഈശോയോട് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലാണ് ഇതുള്ളത്. ബട്ട് Jesus rejected his offer. And the end of the gospel we can see, after his crucifixion, Jesus പ്രേഷിത ദൗത്യം ശിഷ്യന്മാരെ ഏൽപ്പിച്ചുകൊണ്ട് ലാസ്റ്റ് പറയുന്നൊരു കാര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ഒന്നാമത്തെ ആദത്തിന്റെ അനുസരണക്കേട് വഴി കൈവിട്ടുപോയ സകലതും യേശു തന്റെ കുരിശുമരണത്തിലൂടെ തിരികെ പിടിച്ചു. ഗെത്സമനിൽ പ്രാർത്ഥിക്കുമ്പോൾ സാത്താനെ ഈ ലോകത്തിന്റെ അധികാരി എന്നാണ് ഈശോ വിളിച്ചത്. എന്നാൽ ഉദ്ധാനത്തിന് ശേഷം ഈ ലോകത്തെ മുഴുവൻ അവൻ മനുഷ്യനായി വന്ന് തന്റെ കുരിശുമരണത്തിലൂടെ നേടിയെടുത്തതിന്റെ അധികാരത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇനി ഈ ലോകത്തെ വിധിക്കുവാനുള്ള അവകാശവും യേശു ക്രിസ്തുവിന് മാത്രമാണ്. നിങ്ങൾ 43-ാമത്തെ വീഡിയോ ആദ്യത്തെ ചാനലിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് എന്നിലൂടെയും ഞാൻ കൈവരിച്ചതിലൂടെയും ലോകത്തെ നീതിയിൽ വിധിക്കുവാനായി എന്ന് യേശു പറയുന്നതിന്റെ ആധികാരികത. തന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ സകലതും അവൻ സ്വന്തമാക്കിയിരിക്കുന്നു. ലോകത്തെ നീതിയിൽ വിധിക്കുന്നതിനായി ദൈവം ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് പരിശുദ്ധ അമ്മയുടെ രൂപത്തിൽ നിന്ന് രക്തക്കണ്ണുനീർ വരുന്നതും മാതാവ് വിവിധ ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് സന്ദേശം കൈമാറുന്നതിനെ കുറിച്ചുമൊക്കെ നിങ്ങൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാവും. അതായത് മാതാവ് മുന്നറിയിപ്പ് നൽകുകയാണ് വരാൻ പോകുന്ന ദൈവനീതിയെക്കുറിച്ച്, സംഭവിക്കുവാൻ പോകുന്ന അതിഭീകരമായ ന്യായവിധിയെക്കുറിച്ച്. ദൈവം നിശ്ചയിച്ചിരിക്കുന്നു എന്നാൽ ഇതിൻ്റെ അർത്ഥം പിതാവിനാൽ ഈ ദിവസം നിശ്ചയിച്ചുറപ്പിക്കപ്പെട്ട് കഴിഞ്ഞു എന്നതാണ്. പുത്രൻ വിധികർത്താവായി ന്യായാസനത്തിലിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ പ്രവർത്തനത്തെ പൂർത്തിയാക്കുന്നു. കുരിശിന്റെ വഴിയുടെ അവസാനം പ്രാർത്ഥിക്കുന്നില്ലേ, രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ എന്ന്. ത്രിയേക ദൈവത്തിന്റെ പ്രവർത്തനമാണ് അന്ത്യവിധി എന്ന് പറയുന്നത്. അതുകൊണ്ട് അന്ത്യവിധിയിൽ നിങ്ങൾ എല്ലാറ്റിനും കണക്ക് കൊടുക്കേണ്ടി വരും. ന്യായവിധി എന്നത് ഒരുവന്റെ നിർണായകമായ ആത്മാവിന്റെ ടേണിംഗ് പോയിന്റ് ആണ്. ഇനിയൊരു അവസരം കിട്ടാനില്ല. കണ്ണുകൊണ്ട് കണ്ടതിന്, കാതുകൊണ്ട് കേട്ടതിന്, നാവുകൊണ്ട് പറഞ്ഞതിന്, മൂക്കുകൊണ്ട് ശ്വസിച്ചാസ്വദിച്ചതിന്, കൈകാലുകൾ കൊണ്ട് ചെയ്തതിന്, ശാരീരിക അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിച്ചതിന്, കൂടാതെ ചിന്തകളാൽ ഉപേക്ഷകളാൽ വന്ന സകല പാപത്തിന്റെയും സെൻസസ് നടക്കുന്ന സമയം. മത്തായി സുവിശേഷം 12:36. മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. യാതൊന്നും ഒളിപ്പിക്കാനോ മറച്ചു വെക്കുവാനോ സാധിക്കാത്ത ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ സകലതും വെളിപ്പെടും. വെറുതെ പറയുന്ന ഒരു വ്യർത്ഥവാക്കിന് പോലും കണക്കുള്ളപ്പോൾ വ്യർത്ഥമായ പ്രവൃത്തികൾക്കും വ്യർത്ഥമായ ആഘോഷങ്ങൾക്കും കണക്കില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഓരോ മനുഷ്യനും അവൻ്റെ മരണത്തിന് ശേഷം ഒരു വിധിയുണ്ട്. അതുകൊണ്ട് ആർക്കും ഒഴിവ് കഴിവില്ല. ഭൂമിയിൽ ജനിച്ച സർവ്വ മനുഷ്യർക്കും ഒരു മരണമുണ്ട്. മരിച്ചാൽ ഉടൻ വിധിയിലൂടെ കടന്നു പോകണം. ആദ്യം തനത് വിധി, അവസാനം അന്ത്യവിധി. സഭാപ്രസംഗത്തിന്റെ പുസ്തകം 11-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ, യുവാവേ, യുവത്വത്തിൽ നീ സന്തോഷിക്കുക, യൗവനത്തിന്റെ നാളുകൾ നിന്റെ ഹൃദയം നിന്നെ ആനന്ദിപ്പിക്കട്ടെ. ഹൃദയത്തിന്റെ പ്രേരണകളെയും കണ്ണിന്റെ അഭിലാഷങ്ങളെയും പിൻചെല്ലുക. എന്നാൽ
ഓർമ്മിച്ചുകൊള്ളുക, ഇവയ്ക്കെല്ലാം ദൈവം നിന്നെ ന്യായവിധിക്കായി വിളിക്കും. വചനം ഇവിടെ കൃത്യമായിട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നമ്മൾക്കുണ്ടാകുന്ന ഹൃദയത്തിൻ്റെ പ്രേരണകളും കണ്ണിൻ്റെ അഭിലാഷങ്ങളും ശരീരത്തിൻ്റെ ദുർമോഹങ്ങളും എല്ലാം വഴി നമ്മൾ ആയ കാലത്ത് ചെയ്ത സകല പാപത്തിൻ്റെയും കണക്കെടുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ന്യായവിധിയെ ഫേസ് ചെയ്യണമെന്ന്. ശരീരത്തിൻ്റെ അവിടെയും ഇവിടെയും ഒക്കെ കാണിച്ച് മറ്റുള്ളവരെ മനഃപൂർവ്വം പാപത്തിലേക്ക് നയിക്കാൻ നീയൊരു കാരണമായിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും വലിയ ഒരു കുടുക്കാണ്. വിവാഹ വസ്ത്രം എത്രത്തോളം മാന്യമായിരിക്കണമെന്ന് മനസ്സിലാവുന്നുണ്ടോ? ലൂക്ക 17:2 ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ കയറിയിരുന്ന് ലൈക്കിനും ഷെയറിനും പണത്തിനും കയ്യടിക്കും വേണ്ടി ചെയ്തു കൂട്ടുന്ന വീഡിയോകൾക്ക് കണക്കില്ല എന്നാണോ വിചാരം? ഇതെല്ലാം പോയി കണ്ടവർക്കും ഇതെല്ലാം നിന്ന് കാണിച്ചവർക്കും കണക്കുണ്ട്. തിന്മ ചെയ്യുന്ന ഏതൊരുവനും ദുരിതവും പീഡകളും ഉണ്ടാകും. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയകൾ സജീവമാകുമ്പോൾ പുതിയ തലമുറയിലെ ആളുകൾക്ക് പലർക്കും പാപത്തെ ഉൾക്കൊള്ളുവാൻ കഴിയാതെയാകുന്നുണ്ട്. പലർക്കും തിന്മയെ തിന്മയായി മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, അന്ത്യകാലത്ത് ഈ ലോകത്തിലെ അവസ്ഥ ഭീകരമായ വിധത്തിൽ മാറും. നോഹയുടെയും ലോത്തിൻ്റെയും കാലം പോലെ തിന്മയെ മനസ്സിലാക്കുവാൻ കഴിയാതെ ഒരു കൂട്ടം ആളുകൾ രൂപപ്പെടും. അത്തരത്തിൽ അന്ത്യകാലത്ത് രൂപമെടുക്കുന്ന ഏകദേശം 19 തരം മനുഷ്യരെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. ഇങ്ങനെ തിന്മ പ്രവർത്തിക്കുന്ന സകലരും താൻ ചെയ്യുന്നതാണ് ശരിയെന്ന് വാദിച്ചുകൊണ്ട് തിന്മ പെരുകുന്ന ഒരു കാലം ഉണ്ടാവും. അങ്ങനെ ലോത്തിൻ്റെയും നോഹയുടെയും കാലത്തെ പോലെ 19 തരം മനുഷ്യരാൽ തിന്മ പെരുകുന്ന കാലം അന്ത്യകാലത്ത് വന്ന് രൂപപ്പെടും. അതോടെ ദുരിതവും പീഡകളും വന്നെത്തും. നിങ്ങൾ ഈറ്റുനോവിൻ്റെ ആരംഭം എന്ന് വായിച്ചിട്ടില്ലേ? അതിന് കാരണമാണ് ഇതെല്ലാം. ഓൾറെഡി ഇത് ലോകത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കൊള്ളുക. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 7 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കും. ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ്. ഈ ഈറ്റുനോവിൻ്റെ ആരംഭം ഉണ്ടാകുന്നതിന് മുമ്പ് നടക്കേണ്ട ചില കാര്യങ്ങൾ വേറെയുണ്ട്. അത്തരം ചില സംഭവങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. അവർ നിങ്ങളെ വധിക്കും. എൻ്റെ നാമനിമിത്തം സർവ്വജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും. അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ദ്വേഷിക്കുകയും ചെയ്യും. നിരവധി വ്യാജ പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. അതിനുശേഷം അന്ത്യം ആഗതമാകും. അന്ത്യവിധിയിലേക്ക് ലോകം നടന്നു കയറുന്നതിൻ്റെ ടൈം ലൈനാണ് കൃത്യമായി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പീഡകളുടെ കാലത്തിലൂടെ നമ്മൾ എത്തേണ്ട റൂട്ട് മാപ്പ്. അന്ത്യവിധി എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന ഒരു സംഭവം ആണ് എങ്കിലും അതിനു മുമ്പ് സംഭവിക്കേണ്ട നിർണായകമായ ചില കാര്യങ്ങൾ ഉണ്ട്. ആ സംഭവങ്ങൾ ലോകത്തിൽ പലയിടങ്ങളിലായി ഇപ്പോൾ ഉണ്ടായി തുടങ്ങിയിട്ടുമുണ്ട്. സ്വവർഗ വിവാഹം നിയമമായി അംഗീകരിക്കപ്പെടുന്ന രാജ്യങ്ങൾ വർദ്ധിച്ചു വരുന്നു. അതുപോലെ പല പാപങ്ങളും. ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പുകൾ പെരുകുന്നു. പള്ളികളിലും അമ്പലത്തിലും വെച്ച് ഒരുപോലെ വിവാഹം നടത്തപ്പെടുന്നു. അതായത് ഇഷ്ടമുള്ളവരെ എല്ലാം ഭാര്യമാരായി സ്വീകരിക്കുന്ന കാലം. പല പാപങ്ങളും ഇന്നത്തെ തലമുറയ്ക്ക് പാപമല്ലാതായി മാറുന്നു. നിങ്ങൾക്കറിയാമോ, നമുക്ക് ചുറ്റും സ്വന്തം തന്ത ആരാണെന്നറിയാതെ വളർന്നു വരുന്ന മക്കളുണ്ട്. സോറി ഫോർ മൈ ലാംഗ്വേജ്. ഇറ്റ്സ് എ ഫാക്ട്. ഇറ്റ്സ് ഹാപ്പനിങ് അറൗണ്ട് അസ്. അതായത് ലോത്തിന്റെ കാലം, നോഹയുടെ കാലം തിരിച്ചു വരുന്നു. ഇത് അന്ത്യകാലത്തിൻ്റെ അടയാളമാണ്. ഇതൊക്കെ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാനായി ദൈവം ഉപവിഷ്ടനാകുന്നതിനെക്കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആദ്യത്തെ മനുഷ്യനായ ആദം മുതലുള്ള സകല മനുഷ്യരും, അത് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ സകലരും അന്ത്യവിധിയിൽ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതിനെക്കുറിച്ച് വെളിപാടിൻ്റെ പുസ്തകം 20-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് വിവരിക്കുന്നുണ്ട്. വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെ 20-ാം അധ്യായത്തിന് 3 തലക്കെട്ടുകളാണുള്ളത്. ഒന്ന് 1000 വർഷത്തെ ഭരണം, രണ്ടാമത്തത് സാത്താന് ലഭിച്ച ശിക്ഷ, മൂന്നാമത്തത് അന്ത്യവിധി. 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വിവരിക്കുന്നത് അന്ത്യവിധിയെക്കുറിച്ചാണ്. വെളിപാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 11ഉം 12ഉം തിരുവചനങ്ങൾ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ഞാൻ വെണ്മയേറിയ ഒരു വലിയ സിംഹാസനവും അതിൽ ഇരിക്കുന്നവനെയും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിയകന്നു. അവയ്ക്ക് ഒരു സങ്കേതവും ലഭിച്ചില്ല. മരിച്ചവരെല്ലാവരും വലിയവരും ചെറിയവരും സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു.
മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു. അത് ജീവന്റെ ഗ്രന്ഥമാണ്. ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവർത്തികൾക്കനുസൃതം മരിച്ചവർ വിധിക്കപ്പെട്ടു. അന്ത്യവിധിയുടെ ഏറ്റവും ഭീകരമായ വേർഷൻ എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് രഹസ്യ പാപങ്ങളുടെ പരസ്യമായ വെളിപ്പെടുത്തലാണ്. ആരും അറിയാതെ രഹസ്യത്തിൽ ചെയ്തതായി കരുതപ്പെടുന്ന പല പാപങ്ങളും അന്ന് പരസ്യ വിചാരണ ചെയ്യപ്പെടും. മനുഷ്യനിർമ്മിതമായ കോടതികളിൽ നിന്ന് രക്ഷപ്പെട്ട പലരും അന്ന് ദൈവത്തിന്റെ കോടതിയിൽ നിന്ന് രക്ഷപ്പെടത്തില്ല. നിങ്ങളുടെ രഹസ്യ പാപങ്ങൾ ഒന്നും തന്നെയും ആരും അറിയത്തില്ല എന്ന് കരുതിയിരിക്കുകയാണ്. പകൽ വെളിച്ചത്തിൽ മാന്യം ചമഞ്ഞ് രഹസ്യത്തിൽ പാപം ചെയ്യുന്ന അനേകരുണ്ട്. അവയെല്ലാം പരസ്യ വിചാരണ ചെയ്യപ്പെടും. ലൂക്കാസ് സുവിശേഷം 12-ാം അധ്യായം 3-ാം തിരുവചനം. അതുകൊണ്ട് നിങ്ങൾ ഇരുട്ടത്ത് സംസാരിച്ചത് വെളിച്ചത്ത് കേൾക്കപ്പെടും. വീട്ടിൽ സ്വകാര്യ മുറിയിൽ വെച്ച് ചെവിയിൽ പറഞ്ഞത് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കപ്പെടും. ആരും അറിയാതെ മറപിടിച്ച് ചെയ്ത സകല പാവവും ന്യായവിധിയിൽ നിന്നോട് ചോദ്യം ചെയ്യപ്പെടും. നിങ്ങൾ എന്നിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ എന്നെയും ദൈവത്തെയും കാണാനിരിക്കുന്നു. അതായത് യേശുക്രിസ്തു ജഡരക്തങ്ങളോടെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി അവതരിക്കുകയും തൻ്റെ ദൈവത്വം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടും ചിലർക്ക് ഇന്നും അത് വിശ്വാസയോഗ്യമാകാത്ത ഒരു കാര്യമാണ്. ഇന്നും ചിലർക്ക് അത് സംശയമാണ്. പരിശുദ്ധ കുർബാനയിൽ യേശു ഉണ്ടോ എന്ന് സംശയിക്കുന്ന ക്രിസ്ത്യാനികൾ പോലും ഉണ്ട്. എന്തിന്, വൈദികർക്കിടയിലും ഉണ്ട്. യേശുവിനെ തള്ളിപ്പറയുന്ന വിജാതീയരും നിരീശ്വരവാദികളും കൂടാതെ ക്രൈസ്തവരും ഇന്ന് അനേകരാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര രഹസ്യം നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും യേശുവിലെ മനുഷ്യത്വവും ദൈവത്വവും നിങ്ങൾ നേരിൽ കാണുവാനിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാനും പിതാവും ഒന്നാണ് എന്ന് യേശു പറഞ്ഞതിൻ്റെ പൂർണ്ണ രൂപം അന്ത്യവിധിയിൽ പ്രകടമായിരിക്കും. അന്ത്യകാലത്തെ ഒരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് വിശ്വാസത്യാഗമാണ്. ഓൾറെഡി ഇത് ഇപ്പോൾ ലോകത്ത് ആരംഭിച്ചു കഴിഞ്ഞു. അന്ത്യകാലത്തിൻ്റെ ഏറ്റവും അപകടകരമായ സിറ്റുവേഷൻ എന്ന് ഞാൻ പറയും. യേശുവിനെ ഉപേക്ഷിക്കുന്ന ലാസ്റ്റ് അവറിലെ മനുഷ്യർ രൂപപ്പെട്ടു കഴിഞ്ഞു. ജീവിത പങ്കാളിയെ സ്വന്തമാക്കാൻ യേശുവിനെ ഉപേക്ഷിക്കുന്ന, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി യേശുവിനെ ഉപേക്ഷിക്കുന്നവർ, പണത്തിന് വേണ്ടി ഉപേക്ഷിക്കുന്നവർ, പ്രശസ്തിക്ക് വേണ്ടി യേശുവിനെ ഉപേക്ഷിക്കുന്നവർ, അധികാരത്തിന് വേണ്ടി ഉപേക്ഷിക്കുന്നവർ തുടങ്ങി യേശുവിനെ ഉപേക്ഷിക്കുന്ന അന്ത്യകാലത്തെ ജനം പെരുകുകയാണ്. നിരീശ്വരവാദികളുടെയും വിജാതീയരുടെയും ആശയ പ്രചരണങ്ങളുടെ മറവിൽ ആത്മാവിന്റെ അഭിഷേകം നഷ്ടമാക്കിയ ജനത്തിന്റെ ബുദ്ധിയിൽ അന്ധകാരം വ്യാപിക്കുകയും യേശുക്രിസ്തുവിനെ അവർ ഉപേക്ഷിക്കുകയും അതുവഴി വിശ്വാസത്യാഗം പെരുകുകയും ചെയ്യും. കൂടാതെ ലോകമോഹങ്ങളുടെ ആകർഷണവും വിശ്വാസത്യാഗത്തിന് കാരണമാവും. നിങ്ങൾക്ക് എന്നെയും എൻ്റെ പിതാവിനെയും ഒഴിവാക്കുവാൻ ആവില്ല. ഈ ലോകത്ത് ദൈവങ്ങളെന്ന് പേരിട്ട് മനുഷ്യർ വിളിച്ച് ആരാധിക്കുന്ന ഒരു ദേവന്മാരും വിധി ദിവസം മനുഷ്യർ ആരും കാണുകയില്ല. ഏക സത്യദൈവമായ യേശുക്രിസ്തുവിനെ ന്യായാസനത്തിൽ ദർശിക്കുമ്പോൾ അവർക്കത് ബോധ്യപ്പെടുകയും ചെയ്യും. പിതാവായ ദൈവം തന്റെ പുത്രനിൽ മഹത്വപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് വിധി ദിവസം മാനവകുലം മുഴുവൻ കാണുമ്പോൾ പിതാവായ ദൈവത്തെയോ പുത്രനായ യേശുക്രിസ്തുവിനെയോ ഒഴിവാക്കിക്കൊണ്ട് മനുഷ്യൻ നേടിയ യാതൊന്നും അവന് നിത്യജീവൻ നൽകുകയില്ല എന്നത് ബോധ്യമാകും. ഒരാൾക്ക് പോലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആവുകയില്ല. നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ന്യായവിധിയിൽ അവൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും സാധ്യമല്ല. ചിലർ യഹൂദ മതം സ്വീകരിക്കുന്നു, ചിലർ ഇസ്ലാം മതം സ്വീകരിക്കുന്നു, ഇനി വേറെ ചിലർ മതം ഉപേക്ഷിച്ച് മനുഷ്യത്വത്തിന് മുറുകെ പിടിക്കുന്നു, ചിലർ നിരീശ്വരവാദങ്ങളിലേക്ക് മടങ്ങുന്നു. നിങ്ങൾ എവിടെ പോയാലും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരുവനും സാധിക്കില്ല. കാരണം വിധിയാളനാകാൻ വരുന്നവൻ യേശുക്രിസ്തു മാത്രമാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 11-12 തിരുവചനങ്ങൾ. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമ്മൾക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. സകല ജനത്തിനും രക്ഷയുടെ സദ്വാർത്ത ഒരുക്കിയ അത്ഭുത നാമം അത് യേശുക്രിസ്തു എന്നത് മാത്രമാണ്. അത് രക്ഷയായി സ്വീകരിച്ചവർ ഭാഗ്യവാന്മാർ. ഇപ്പോൾ നിങ്ങൾ എന്നെ നിങ്ങളുടെ രക്ഷകനായി സ്വീകരിക്കുന്നില്ല എങ്കിൽ അപ്പോൾ നിങ്ങളുടെ ന്യായാധിപനായി എന്നെ നേരിടേണ്ടി വരും. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്തവർക്ക് എന്ത് സംഭവിക്കും എന്നൊരു ചോദ്യം ഉണ്ടായേക്കാം. അതിനുത്തരമാണ് ഇത്. രക്ഷ സ്വീകരിക്കാത്തവരെ കാത്തിരിക്കുന്നത് കടുകട്ടിയായ ന്യായവിധിയാണ്. പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 18-ാം തിരുവചനം. നീതിമാൻ കഷ്ടിച്ചു മാത്രം രക്ഷപ്പെടുന്നുവെങ്കിൽ ദുഷ്ടന്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും? യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം കുരിശിൽ യേശു അർപ്പിച്ച പാപപരിഹാര ബലിയിൽ പങ്കാളിത്തം ഇല്ല എന്നതാണ്. അങ്ങനെയെങ്കിൽ പകരം സ്വന്തം ജീവിതകാലത്ത് വന്നുപോയ പാപങ്ങൾക്ക് എന്ത് പരിഹാരമാണ് അർപ്പിച്ചത് എന്നൊരു ചോദ്യം ഉണ്ടായേക്കാം. പ്രഭാഷകന്റെ പുസ്തകം 34-ാം അധ്യായം 23-ാം തിരുവചനം. ദൈവഭക്തി ഇല്ലാത്തവന്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. അവൻ എത്ര ബലി അർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല. മനുഷ്യന് പാപപരിഹാര ബലി അർപ്പിക്കുവാൻ കഴിയാത്തതിനാലാണ് ക്രിസ്തു തന്നെ സ്വയം ബലിയാഗമായി മാറിയത്. യേശുക്രിസ്തു ബലിയർപ്പിച്ചാൽ എനിക്ക് എങ്ങനെ രക്ഷ കിട്ടും എന്നറിയാൻ ആദ്യത്തെ ചാനലിലെ 43-ാമത്തെ വീഡിയോയായ ലൂസിഫർ എങ്ങനെ സാത്താനായി എന്ന വീഡിയോ മുഴുവൻ ഒന്ന് കണ്ടു നോക്കുക.
യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത സകലരെയും കാത്തിരിക്കുന്നത് ന്യായാധിപനായ ക്രിസ്തുവാണ്. യോഹന്നാന്റെ പുസ്തകം 3-ാം അധ്യായം 18-ാം തിരുവചനം. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായ്ക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. മഹത്തായ ശുഭ്രസിംഹാസനത്തിൽ വിധി നടത്തുവാനായി ഇരിക്കുന്നവൻ ഞാൻ തന്നെയാണ്. യേശു ക്രിസ്തുവാണ് ന്യായവിധിക്ക് വേണ്ടി സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുന്നത് എന്ന് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 5:22. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 16-ാം തിരുവചനം. ഞാൻ വിധിക്കുന്നെങ്കിൽ തന്നെ എൻ്റെ വിധി സത്യമാണ്, കാരണം ഞാൻ തനിച്ചല്ല, എന്നെ അയച്ച പിതാവും എന്നോട് കൂടെയുണ്ട്. സഹോദരങ്ങളെ, ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്നതിൻ്റെ 1% മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. യഥാർത്ഥ ന്യായവിധിയുടെ ഭീകരത നമ്മൾ കരുതുന്നതിലും എത്രയോ വലുതാണ്. ന്യായവിധിയിൽ സ്വർഗപ്രവേശനം ലഭിക്കുന്നത് എന്തായാലും നരകത്തിൽ പോകുന്ന ആളുകളുടെ എണ്ണത്തേക്കാൾ വളരെ കുറവായിരിക്കും എന്നത് തീർച്ചയാണ്. ലോകത്തിൻ്റെ പാപങ്ങൾ പെരുകുന്ന ഈ കാലത്ത് നമ്മുടെ പ്രിയപ്പെട്ട വട്ടായിൽ അച്ഛനും ഡൊമിനിക് അച്ഛനും ഡാനിയൽ അച്ഛനും മാത്യു അച്ഛനും ഉൾപ്പെടുന്ന അനേകം വൈദികരും ഞാൻ ഉൾപ്പെടുന്ന ഒരു കൂട്ടം ആളുകളും ഈ പരിശ്രമങ്ങളെല്ലാം നടത്തുന്നത് നിങ്ങളുടെയും എൻ്റെയും ഒക്കെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കി സ്വന്തം ആത്മാവിൻ്റെ രക്ഷ നിങ്ങൾ തന്നെ സ്വയം ഉറപ്പിക്കുക. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആമേൻ. ആവേ മരിയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശാലോം അലൈക്കും.